ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 2022-23 വർഷത്തെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ മാത്സ് ആണ് എക്സാം അല്ലേ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇന്ന് നടന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. Question number 1. Find the number. Needu is finding new numbers using the numbers given in the picture. For that, she has to find out the difference between the numbers in the opposite box. നീതു ഒരുപാട് നമ്പേഴ്സ് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നീതു ഈ ഒരു പിക്ചറിലുള്ള ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റുള്ള നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇതിലെ എ ക്വസ്റ്റ്യൻ 4030 മൈനസ് 3000 എത്രയാണ്? ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ, ഇത്രയാണ് 1030. ഓക്കെ, ബി എന്ന് പറയുന്നത് 5520 മൈനസ് എന്നിട്ട് നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു പിക്ചറിൽ നോക്കൂ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എത്രയാണ്? ഓപ്പോസിറ്റ് കിടക്കുന്നത് 2495 ആണ്. ഓക്കെ, 2495. അപ്പോൾ ഈ രണ്ട് നമ്പറും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3025 ആണ്. ഓക്കെ, ഇനി ഇതിലെ സിയും കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അടുത്ത ഓപ്പോസിറ്റ് ഏതാണ്? 2700 മൈനസ് 1200 ആണ്. അപ്പോൾ അവിടെ ആൻസർ കിട്ടുന്നത് 1500 ആണ്. ഇനി അതിലെ ഡി ക്വസ്റ്റ്യൻ, നൗ നീതു ഗോട്ട് 3 ന്യൂ നമ്പേഴ്സ്. ഇപ്പം നീതുവിന് പുതിയ 3 നമ്പേഴ്സ് കിട്ടി അല്ലേ. 1 1030 1 3025 അനദർ 1500. ഓക്കെ, ഇനി ഫൈൻഡ് ദ സം ഓഫ് ദീസ് 3 ന്യൂ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ദ ഗിവൺ ബോക്സ്. സം ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ ഈ 3 നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് എന്നാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5555 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 5555. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ എന്ന ആക്ടിവിറ്റിയാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ വിനു കട്ട് എ റെക്റ്റാങ്കുലർ പേപ്പർ ആൻഡ് മെയ്ഡ് 2 ട്രയാങ്കിൾ. വിനു ഒരു റെക്റ്റാങ്കിൾ പേപ്പർ കട്ട് ചെയ്തിട്ട് 2 ട്രയാങ്കിളാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഹി മെയ്ഡ് എ ബിഗ് ട്രയാങ്കിൾ ബൈ ജോയിൻ ദ 2 ട്രയാങ്കിൾസ്. അവിടെ ആ 2 ട്രയാങ്കിളും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the measurement of other sides of the big triangle and find its perimeter. അപ്പോൾ എങ്ങനെ കാണും? നമുക്കറിയാം, ഇവിടെ ഫസ്റ്റ് പിക്ചർ കണ്ടിട്ടുള്ളതിലെ 2 സൈഡും ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ട്രയാങ്കിളിൻ്റെ സൈഡും എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 3ഉം കൂടെ നമുക്ക് കൂട്ടി നോക്കാം. 3+3. അതിൻ്റെ കൂടെ നമുക്ക് നോക്കേണ്ടത് ഈ 2 വശത്തെയും കൂടെ നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നത്തെ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഏരിയ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ആ 2 5ഉം കൂടെ ആഡ് ചെയ്യുക, അഥവാ 3+3 +5+5. ഓക്കെ, അപ്പോൾ നമുക്ക് 16 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അവിടെ 16 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ. ഇനി ഇതിലെ ലുക്ക് അറ്റ് ദ ട്രയാങ്കിൾ മെയ്ഡ് ഓഫ് മാച്ച് സ്റ്റിക്സ് കൊണ്ട് ഉണ്ടാക്കിയ ട്രയാങ്കിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ഡു യു നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ഫിഗർ. അടുത്തൊരു ഫിഗർ ഉണ്ടാക്കണമെങ്കിൽ എത്ര എണ്ണം വേണം? 2 എണ്ണം മതി അല്ലേ. കാരണം ഇതിൻ്റെ 2 സൈഡ് മാത്രം വെച്ചാൽ മതി, ഒരു സൈഡ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ 2 മാച്ച് സ്റ്റിക്ക് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ ബിലോ. തന്നിട്ടുള്ള പിക്ചറിൽ എത്ര സ്ക്വയർ ഉണ്ട്? 4 സ്ക്വയർ അതിൻ്റെ ഉള്ളിലും 1 സ്ക്വയർ പുറത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയർ ഈസ് 5. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? നോക്കൂ, ഏറ്റവും ഉള്ളിൽ 1 ഉണ്ട് അല്ലേ. പിന്നെ അതിന് പുറത്തായിട്ട് 3 എണ്ണം, അപ്പോൾ 4 എണ്ണമായി. പിന്നെയും അതിന് പുറത്തായിട്ട് 3 എണ്ണം, അപ്പോൾ 4+3 എത്രയായി? 7 ആയി. ഇനി ഏറ്റവും വലിയ ട്രയാങ്കിൾ ഒന്ന് വരും, അതിനുശേഷം വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്കിവിടെ 9 ട്രയാങ്കിൾസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ഹെൻ ആൻഡ് ചിക്സ് എന്നുള്ള ആക്ടിവിറ്റിയാണ് നോക്കാനുള്ളത്. എന്താണെന്ന് വായിക്കാം. അമൽ ബോട്ട് സം ചിക്സ് ഫോർ ഹിസ് എ പോൾട്രി ഫാം. ഇഫ് 1 ചിക്സ് കോസ്റ്റ് ഈസ് 16. How much did Amal spend to buy 125?
എത്രയായിരിക്കും? വളരെ ഈസി ആയിട്ട് നോക്കാം നമുക്ക്. 16 × 125. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 7500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 7500. ഓക്കെ, ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chicks grew up. Among them 25 were cocks and the rest were hens. എന്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്? 125 ആയിരുന്നു അല്ലേ? അതിൽ 25 എന്ന് പറയുന്നത് എന്തായി? കോക്സ് ആയി, ബാക്കിയെല്ലാം ഹെൻസ് ആയി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൗ മെനി ഹെൻസ് വേർ ദർ? എത്രയാണ്? 125 മൈനസ് 25. അപ്പോൾ അവിടെ ആൻസർ കിട്ടുന്നത് 100. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് 100. He sold the cocks for 250 each. How much amount did he get? അവന് ഓരോന്നിനും 250 വെച്ചിട്ട് വിറ്റു. അങ്ങനെയാണെങ്കിൽ അവനക്ക് എത്ര കിട്ടും? എങ്ങനെ നോക്കണം? നമുക്കറിയാം 250 × 100. അപ്പോൾ നമുക്ക് 6250 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ഷിമാസ് സൈക്കിൾ. ഷിമാസ് ഫാദർ ബോട്ട് ഹെർ എ സൈക്കിൾ ഓൺ ഹെർ ബർത്ത്ഡേ. ഇറ്റ്സ് പ്രൈസ് വാസ് 5455. The cycle was sold after 2 years. It was sold for 3100, less than the കോസ്റ്റ് പ്രൈസ്. എന്താണ്? ഷിമയുടെ ഫാദർ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചു. 5455 രൂപക്കാണ് സൈക്കിൾ വാങ്ങിച്ചത്. 2 വർഷം കഴിഞ്ഞ് അത് വിറ്റത് 3100 രൂപക്കാണ്. ഓക്കെ, ഹൗ മച്ച് ഡിഡ് ഷിമാസ് ഗെറ്റ് വെൻ ഷീ സോൾഡ് ഹെർ സൈക്കിൾ? എത്രയാണ് അവൾക്ക് കിട്ടിയിട്ടുണ്ടാവുക? നമുക്കറിയാം ഈ ഒരു 5455 മൈനസ് 3100. അപ്പോൾ നമുക്ക് 2355, അത്രയും രൂപയാണ്, 2355 രൂപയാണ് അവൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഷിമ വാണ്ട് ടു ബൈ എ ന്യൂ സൈക്കിൾ. ഹെർ ഫാദർ ഗേവ് 4350 മോർ. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ? ഇപ്പോൾ അവളുടെ കയ്യിൽ എത്രയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കും നമ്മൾ? 4350 പ്ലസ് ഈ 2355, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6705 എന്ന് ഉത്തരം കിട്ടും. ഇനി ദ ന്യൂ സൈക്കിൾ കോസ്റ്റ് ഈസ് 7340. ഹൗ മച്ച് മോർ ഡസ് ഷീ റിക്വയർ ടു ബൈ എ ന്യൂ സൈക്കിൾ? അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ 6705 മൈനസ് ഈ എമൗണ്ടിൽ നിന്ന് 7340 മൈനസ് 6705 എന്നത് മൈനസ് ചെയ്യുമ്പോൾ 635 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അത്രയും രൂപയാണ് അവൾക്ക് ഇനി കൂടുതലായിട്ട് വേണ്ടത്. എത്രയാണ്? 635 റുപ്പീസാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ആക്ടിവിറ്റി നമ്പർ 5 ആണ് ഫെൻസിങ്. മറിയ ആൻഡ് അനസ് ഗോട്ട് വെജിറ്റബിൾ സീഡ്സ് ഫ്രം ദ സ്കൂൾ. ദേ ഡിസൈഡഡ് ടു മേക്ക് എ വെജിറ്റബിൾ ഗാർഡൻ. ദേ പ്ലാന്റഡ് എ സ്പിനാച്ച് ഇൻ half the portion and lady's finger in the other half portion. Then they decided to make a fences around their vegetable gardens. എന്താണ്? ഇവർ ഒരു വെജിറ്റബിൾ ഗാർഡൻസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൽ സ്പിനാച്ച് ഹാഫ് പാർട്ടും ബാക്കി ലേഡീസ് ഫിംഗറുമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ഫെൻസിങ് ഈസ് നീഡഡ് ഫോർ മറിയാസ് ഗാർഡൻ? ഇതിൽ മറിയാസ് ഗാർഡൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പിക്ചർ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നതാണ് അനസ് ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മറിയാസ് ഗാർഡൻ എന്ന് പറയുന്നത് ആകെ നമുക്ക് എത്രയാണ് അതിൻ്റെ ടോട്ടൽ എന്ന് നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ നമ്മുടെ 8 ആണ് അതിൻ്റെ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ 8 + 8 + 2 + 2 + 8 + 8. ഓക്കെ, അപ്പോൾ അവിടെ 36 മീറ്റർ ആണ് അവിടെ മറിയാടെ ഗാർഡനായിട്ട്. 36 മീറ്റർ ആണ് മറിയാടെ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പം അത്രയുമാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ഫെൻസിങ് ഈസ് നീഡഡ് ഫോർ അനസ് ഗാർഡൻ? അനസ് ഗാർഡൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 8 + 2 + 2 + 2 + 2 + 8. അപ്പോൾ 24 മീറ്റർ ആണ് അനസിൻ്റെ ഗാർഡൻ വരുന്നത്. അതിൻ്റെ ടോട്ടൽ മീറ്റർ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ ഓരോന്നും എത്രയാണോ അതിനെയെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഓരോ സൈഡ് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടോട്ടൽ മീറ്റർ കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ 36 മീറ്റർ മറിയയുടെയും 24 മീറ്റർ അനസിൻ്റെ ഗാർഡനും വരും. ഇനി ഹൂ നീഡഡ് ലോങ്ങർ ഫെൻസിങ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ എക്സ്ട്രാ ഫെൻസിങ്. ഇവിടെ കൂടുതൽ ആർക്കാണ്? എങ്ങനെ ആരും? 36 - 24. അവിടെ 12 മീറ്റർ മറിയക്കാണ് കൂടുതൽ. 12 മീറ്റർ മറിയക്കാണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി
ആക്ടിവിറ്റി നമ്പർ 6 ആണ്, ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ദ ഗാന്ധി ക്ലബ് ഡിസൈഡഡ് ടു പ്രസന്റ് ഗിഫ്റ്റ് ടു എ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഡ്യൂറിംഗ് ആനുവൽ ഡേ സെലിബ്രേഷൻ. പെൻസിൽ ബോക്സസ്, നോട്ട്ബുക്ക് ആൻഡ് സ്റ്റോറി ബുക്സ് were the gift. To buy the gift, all the 86 members of the club donated 100 each. Okay. അപ്പോൾ ഇവിടെ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നോട്ട്ബുക്കും പെൻസിൽ ബോക്സും സ്റ്റോറി ബുക്സുമാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 86 മെമ്പേഴ്സാണുള്ളത്. ഓരോരുത്തരും 100 റുപ്പീസാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡിഡ് ദേ കളക്ട് ഫ്രം ദ മെമ്പേഴ്സ്? എത്രയാണ്? 86 ഇൻറ്റു 100, 8600 ആണ് അവർ ടോട്ടൽ കളക്ട് ചെയ്തിട്ടുള്ളത്. 50 ചിൽഡ്രൻ were given pencil boxes and notebooks. The pencil boxes cost is ₹25 and the notebook cost is ₹35. How much will be the total cost? എത്രയാണ്? അപ്പോൾ ഇവിടെ 50 കുട്ടികൾക്കാണ് അല്ലെ, 50 കുട്ടികൾക്ക് പെൻസിൽ ബോക്സ് കൊടുക്കണം. അപ്പോൾ 50 ഇൻറ്റു 25 പ്ലസ് 50 കുട്ടികൾക്ക് 35 റുപ്പീസുള്ള നോട്ട്ബുക്കും കൊടുക്കണം. അപ്പോൾ 50 ഇൻറ്റു 35. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് കിട്ടുമ്പോൾ 3000 എന്ന് ഉത്തരം കിട്ടും. 3000. ഓക്കെ. ഇനി 25 ചിൽഡ്രൻ were given the story book. Each book cost is 125. How much will be the total cost? എങ്ങനെ കാണും? 125 ഇൻറ്റു 25. അപ്പോൾ നമുക്ക് 3125 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട് ദ സ്പെൻഡ് ഫോർ ദ ഗിഫ്റ്റ്. എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6125 എന്ന് ഉത്തരം കിട്ടും. അഥവാ 3000 പ്ലസ് 3125. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6125. കൂട്ടുകാർ ചെയ്ത് നോക്കണേ. ഓക്കെ, ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ഈസിയാണ്, പക്ഷേ മാത്സ് ആയതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി ചെയ്തിട്ട് എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ നോക്കിയതിന് ശേഷം നിങ്ങൾ പേപ്പർ ടീച്ചേഴ്സിന് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.